ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ 2 ദിവസത്തെ സന്ദർശനത്തിനായി സംസ്ഥാനത്തെത്തി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉപരാഷ്ട്രപതിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹുരാഷ്ട്ര സന്ദർശനം തുടരുന്നു. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കി സിൻഡിക്കേറ്റ്. രജിസ്ട്രാർ KS അനിൽകുമാർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. രോഗ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം തുടർന്ന് ആരോഗ്യവകുപ്പ്. മലപ്പുറം കരുവാരക്കുണ്ടിൽ വനംവകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങിയ കടുവയെ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാൻ തീരുമാനം. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹുരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്ന് രാത്രി റിയോ ഡി ജനീറോയിൽ ആരംഭിക്കുന്ന 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സന്തുലിതവും സമഗ്രവുമായ ലോകക്രമം, കാലാവസ്ഥാ വെല്ലുവിളികൾ, നിർമ്മിത ബുദ്ധി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി ആഗോള നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. തുടർന്ന് ബ്രസീലിയയിൽ എത്തുന്ന ശ്രീ മോദി ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡെസിൽവയുമായും കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ സംസ്ഥാനത്തെത്തി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രി P. രാജീവ്, ഹാരിസ് ബിരാൻ MP തുടങ്ങിയവർ ചേർന്ന് ഉപരാഷ്ട്രപതിയെ സ്വീകരിച്ചു. നാളെ രാവിലെ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. തുടർന്ന് കളമശ്ശേരിയിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികളും അധ്യാപകരുമായി ആശയവിനിമയം നടത്തും. ഉച്ചകഴിഞ്ഞ് ഉപരാഷ്ട്രപതി ഡൽഹിക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണം. വിവാഹത്തിനും ചോറൂണിനും നിയന്ത്രണം ബാധകമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഉപരാഷ്ട്രപതിയുടെ സുരക്ഷാ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി രാവിലെ 8 മുതൽ 10 മണിവരെ വിവാഹം, ചോറൂണ്, ക്ഷേത്ര ദർശനം എന്നിവയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിയന്ത്രണമുണ്ടായിരിക്കും. ക്ഷേത്രം ഇന്നർ റിംഗ് റോഡുകളിൽ നാളെ രാവിലെ മുതൽ വാഹന പാർക്കിംഗും അനുവദിക്കുന്നതല്ല. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം കഴിയുന്നതുവരെ തെക്കേ നടയുടെ ഇരുവശങ്ങളിലുമുള്ള കടകൾ തുറക്കാൻ അനുവാദമില്ലെന്നും ഗുരുവായൂർ ദേവസ്വം അറിയിച്ചിട്ടുണ്ട്. പ്രാദേശികം, സീനിയർ സിറ്റിസൺ, ദർശന ക്യൂ എന്നിവ രാവിലെ 6 മണിയോടെ അവസാനിക്കുന്നതുമാണ്. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. രോഗ ഉറവിടം കണ്ടെത്താനുള്ള ആരോഗ്യവകുപ്പിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിൽ 40 ബെഡുകളുള്ള ഐസൊലേഷൻ യൂണിറ്റ് സജ്ജീകരിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 26 അംഗ സമിതിയും നിലവിൽ വന്നിട്ടുണ്ട്. നിലവിൽ നിപ സമ്പർക്ക പട്ടികയിൽ 425 പേരാണ് ഉള്ളത്. അതേസമയം രോഗം സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പാലക്കാട് സ്വദേശിനിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു. രാവിലെ ചേർന്ന പ്രത്യേക സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കാൻ സ്റ്റാൻഡിംഗ് കൌൺസിലിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ VCയുടെ താൽക്കാലിക ചുമതലയുള്ള സിസ തോമസ് തീരുമാനത്തോട് വിയോജിച്ചു. സെനറ്റ് ഹാളിലെ പരിപാടിയുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കാൻ 3 അംഗ സമിതിയെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച തലയോലപ്പരമ്പ് സ്വദേശി ബിന്ദുവിന്റെ കുടുംബത്തിന് മുഖ്യമന്ത്രി ഉടൻ തന്നെ ധനസഹായ പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. സർക്കാർ കൂടെയുണ്ടെന്നും ബിന്ദുവിന്റെ മകളുടെ ശസ്ത്രക്രിയ നടത്തുന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ച മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ കാട്ടാന ശല്യം വീണ്ടും രൂക്ഷം. പ്രദേശത്ത് നിന്ന് ആനകളെ തുരത്തുന്നതിനുള്ള ദൌത്യം തുടരുകയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ പുനരധിവാസ മേഖലയിൽ വീടിനോട് ചേർന്നുള്ള 20-ലധികം ഷെഡുകളും കുടിലുകളുമാണ് ആനക്കൂട്ടം തകർത്തത്. ആനമതിലിന്റെ നിർമ്മാണം നിലച്ചതും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കാട്ടാനകളെ വനത്തിലേക്ക് തുരത്താനുള്ള ദൌത്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം 4 ആനകളെ വനത്തിലേക്ക് തുരത്തിയിട്ടുണ്ട്. ബ്ലോക്ക് 13-ൽ ദമ്പതിമാരെ കാട്ടാന ചവിട്ടിക്കൊന്നതിനെ തുടർന്ന് പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച 30-ലധികം ആനകളെ 1ാം ഘട്ടത്തിൽ തുരത്തിയിരുന്നു. ആറളം ഫാമിലെ കൃഷിയിടത്തിൽ നിന്ന് 15ഓളം ആനകളെയും കാടുകയറ്റി. തുരത്തിയ ആനകളിൽ ഭൂരിഭാഗവും വീണ്ടും തിരിച്ചു കയറുന്ന സ്ഥിതിയും നിലവിലുണ്ട്. മലപ്പുറം കരുവാരക്കുണ്ടിൽ വനം വകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങിയ കടുവയെ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റും. താൽക്കാലികമായി അമരമ്പലത്തെ RRT ക്യാമ്പിലെത്തിച്ചു. ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചു കൊന്ന കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു.
കടുവയെ വനത്തിലേക്ക് തുറന്നുവിടില്ലെന്ന് മന്ത്രി AK ശശീന്ദ്രനും നിലമ്പൂർ സൌത്ത് DFOയും ഉറപ്പു നൽകി. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം കാണാൻ നിലവിലെ കേന്ദ്ര നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് സാധ്യമായ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് മേപ്പാടി ചുളിക്കയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. പുലിയെ നിരീക്ഷിക്കാനായി തത്സമയ ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശത്ത് സ്ഥിരമായി പുലിയുടെ ശല്യം ഉണ്ടായതോടെയാണ് കൂട് സ്ഥാപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. 1 മുതൽ 10 വരെ ക്ലാസുകൾക്കുള്ള ഫസ്റ്റ് ബിൽ ഡിജിറ്റൽ ക്ലാസുകൾ ഈ മാസം 9 മുതൽ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. കുട്ടികൾക്ക് അധിക പിന്തുണ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. തിരുവനന്തപുരം ജില്ലയിലെ പ്രഥമ അധ്യാപകർക്കായി കൈറ്റ് സംഘടിപ്പിച്ച ശില്പശാലയിൽ ഓൺലൈനായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. മൻ കി ബാത്തിന്റെ 5ാം സീസൺ ടാലന്റ് ഹണ്ടിന്റെ വർക്കല താലൂക്ക് തല പരിപാടി ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. വർക്കല ആയിരൂർ MGM മോഡൽ സ്കൂളിലായിരുന്നു പരിപാടി. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേര യുവ ഭാരത് കേരളമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തുടരുന്ന ബ്രിട്ടീഷ് വ്യോമസേനയുടെ യുദ്ധവിമാനം F-35Bയുടെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ബ്രിട്ടനിൽ നിന്നും 17-അംഗ വിദഗ്ധ സംഘമെത്തി. ഇതോടെ യുദ്ധവിമാനം അറ്റകുറ്റപ്പണികൾക്കായി ഹാങ്ങറിലേക്ക് മാറ്റി. കഴിഞ്ഞ മാസം 14-നാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത്. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 608 റൺ എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് മുന്നിലുള്ളത്. 3 വിക്കറ്റിന് 72 റൺ എന്ന നിലയിൽ 5ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 5 വിക്കറ്റിന് 123 റൺ എന്ന നിലയിലാണ്. US നടന്ന വേൾഡ് പോലീസ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇടുക്കി വാഴത്തോപ്പ് സ്വദേശിനി മരീനയ്ക്ക് സ്വർണം. ലോങ് ജമ്പിലും ഹെപ്റ്റാത്തണിലും ഇരട്ട സ്വർണം നേടിയാണ് മരീന രാജ്യത്തിന് അഭിമാനമായത്. രാജ്യാന്തര മത്സരത്തിൽ തുടർച്ചയായി 2 ഇനങ്ങളിൽ 2ാം വർഷവും സ്വർണം കരസ്ഥമാക്കുന്ന ആദ്യ വനിത കൂടിയാണ് മരീന. 70ഓളം രാജ്യങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ഇടുക്കി മൂന്നാറിലെത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാസെയിലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം വകുപ്പ് സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് വരുമാനം പങ്കിടൽ വ്യവസ്ഥയിലാണ് പദ്ധതി നടപ്പാക്കുക. ഇതിന്റെ ഭാഗമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ പാരാസെയിലിംഗ് പരീക്ഷണ പറക്കൽ നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പ്രകൃതി മനോഹാരിതയ്ക്കൊപ്പം വ്യത്യസ്തമായ വിനോദ ഉപാധികൾ കൂടി മൂന്നാറിലേക്ക് എത്തിച്ച കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈഡൽ ടൂറിസം വകുപ്പ് ഇടുക്കിക്ക് പരിചിതമല്ലാത്ത പാരാസൈലിംഗ് പദ്ധതിയുമായി രംഗത്തെത്തിയത്. വിശാലമായ മാട്ടുപ്പെട്ടി ജലാശയത്തിലാണ് പദ്ധതി നടപ്പിലാക്കുക. ഇതിന്റെ ഭാഗമായി പരീക്ഷണ പറക്കലും നടത്തി. പ്രകൃതി മനോഹാരിതയുടെ നടുവിൽ പുതിയ പദ്ധതി കൂടി എത്തുന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ബ്ലോഗർമാരെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നത് നല്ല ഉദ്ദേശത്തോടെയാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ചാരവൃത്തിക്ക് അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര സംസ്ഥാനത്ത് വന്നതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 9 വരെ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ 2 ദിവസത്തെ സന്ദർശനത്തിനായി സംസ്ഥാനത്തെത്തി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉപരാഷ്ട്രപതിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹുരാഷ്ട്ര സന്ദർശനം തുടരുന്നു. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കേരള സർവകലാശാല രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കി സിൻഡിക്കേറ്റ്. രജിസ്ട്രാർ KS അനിൽകുമാർ തിരികെ ജോലിയിൽ പ്രവേശിച്ചു. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. രോഗ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടർന്ന് ആരോഗ്യവകുപ്പ്. മലപ്പുറം കരുവാരക്കുണ്ടിൽ വനം വകുപ്പിന്റെ കൂട്ടിൽ കുടുങ്ങിയ കടുവയെ തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാൻ തീരുമാനം. ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.